1916 മെയ് 20 സൗത്ത് ജോർജ് ദ്വീപിലെ ഒരു തിമിംഗല വേട്ട കേന്ദ്രത്തിൽ കാലങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയെന്ന് കരുതപ്പെട്ടിരുന്ന 3 മനുഷ്യരെ പെട്ടെന്ന് കാണപ്പെടുന്നു. അവരുടെ താടിരോമങ്ങൾ നീണ്ടു വളർന്നിരുന്നു. വസ്ത്രങ്ങൾ കീറി പറിഞ്ഞിരുന്നു. കൊടും തണുപ്പും വെയിലും ഏറ്റതിനാൽ അവരുടെ മുഖം കറുത്തിരുണ്ടിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആർക്കും അവരെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഭയാനകരമായിരുന്നു അവരുടെ അവസ്ഥ. എങ്ങനെ തിരിച്ചറിയാനാണ്? കാരണം 532 ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായ അവർ മരിച്ചു പോയിട്ടുണ്ടാകും എന്ന് തന്നെയായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഒരു മനുഷ്യനും എത്തിച്ചേരാൻ കഴിയാത്ത ലോകത്തിലെ ഏറ്റവും തണുപ്പേറിയതും അപകടകരവുമായ സ്ഥലമായ അന്റാർട്ടിക്ക പര്യവേഷണം ചെയ്യുന്നതിനായി ഒരു കപ്പലിൽ പുറപ്പെട്ട 28 അംഗ സംഘങ്ങളിലെ ആളുകളായിരുന്നു അവർ. ഒരു കപ്പലിൽ വെഡൽ കടൽ തീരത്ത് എത്തിച്ചേർന്ന ശേഷം അന്റാർട്ടിക്കയെ മുഴുവനുമായി കാൽനടയായി മുറിച്ചു കടക്കുകയും ചെയ്യുക എന്നതായിരുന്നു അവരുടെ സ്വപ്നം. അതായത് മുമ്പാരും ചെയ്തിട്ടില്ലാത്ത ഒരു വലിയ നേട്ടം സ്വന്തമാക്കുക. എന്നാൽ അന്റാർട്ടിക്കയിലെ മഞ്ഞുമൂടിയ ലോകം കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചു. ആരും സങ്കല്പിക്കാത്തത്ര കടുത്ത പരീക്ഷണങ്ങളാണ് അവർക്ക് പിന്നീട് നേരിടേണ്ടി വന്നത്. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വെഡൽ കടലിലെ മഞ്ഞുപാളികൾക്ക് കട്ടി കൂടിയതോടെ അവരുടെ കപ്പൽ മഞ്ഞിൽ കുടുങ്ങി. ഒടുവിൽ അവരുടെ കൺമുന്നിൽ വച്ച് തന്നെ ആ കപ്പൽ കടലിൻ്റെ ആഴങ്ങളിലേക്ക് പൂർണ്ണമായി മുങ്ങിപ്പോയി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും തണുപ്പേറിയതും വിജനവുമായ പ്രദേശത്ത് മഞ്ഞും കൊടുങ്കാറ്റും മരണതുല്യമായ നിശബ്ദതയും കൊണ്ട് ചുറ്റപ്പെട്ട് ആ 28 മനുഷ്യർ ഒറ്റപ്പെട്ടു. അങ്ങേയറ്റം അപകടകരമായ ആ സാഹചര്യത്തിൽ അവർക്ക് മാസങ്ങളോളം ഒഴുകി നടക്കുന്ന മഞ്ഞുപാളികളിൽ കഴിയേണ്ടി വന്നു. ഭക്ഷണവും വെള്ളവും പെട്ടെന്ന് തന്നെ തീർന്നു പോയപ്പോൾ ജീവൻ നിലനിർത്താൻ ഓർക്കുമ്പോൾ തന്നെ ആത്മാവ് വിറപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ അവർക്ക് എടുക്കേണ്ടി വന്നു. സ്വന്തം ജീവൻ നിലനിർത്താൻ അവർക്ക് പെൻഗ്വിനുകളെയും കടൽ സീലുകളെയും ഒപ്പമുണ്ടായിരുന്ന നായ്ക്കളെ പോലും കൊന്നു ഭക്ഷിക്കേണ്ടി വന്നു. ഇതൊരു പര്യവേഷണത്തിൻ്റെ മാത്രം കഥയല്ല, മറിച്ച് മനുഷ്യൻ്റെ ധൈര്യത്തിൻ്റെയും നേതൃപാടവത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥ കൂടിയാണ്. ജീവനും മരണത്തിനും ഇടയിലുള്ള ദൂരം ഓരോ ദിവസവും കേവലം ഒരു തെറ്റായ ചുവടുവയ്പ് മാത്രമായിരുന്ന അങ്ങേയറ്റം ഭയാനകരമായ സാഹചര്യങ്ങളെ മനുഷ്യൻ എങ്ങനെ അതിജീവിച്ചു എന്നതിൻ്റെ ചരിത്രം. നമുക്കിന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിലൂടെ ഓരോ നിമിഷവും മരണം പതിയിരിക്കുന്ന ആ ഒരു യാത്രയിലേക്ക് പോകാം. മനുഷ്യൻ തോൽവി സമ്മതിക്കാൻ തയ്യാറാകാതിരുന്നാൽ ലോകത്തിൻ്റെ ഏറ്റവും കഠിനമായ സാഹചര്യങ്ങൾ പോലും അവന് മുന്നിൽ മുട്ടുകൊത്തുമെന്ന് തെളിയിച്ച ലോകത്തിലെ ഏറ്റവും വലിയ അതിജീവന കഥ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും തീവ്രമായ കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന അന്റാർട്ടിക്കയുടെ മധ്യഭാഗത്താണ് ഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ ദക്ഷിണ ധ്രുവം സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യൻ അവിടെ എത്തിച്ചേരുക എന്നത് അസാധ്യമായിരുന്നു. ഈ ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്നാണ് ഈ അന്റാർട്ടിക്ക. കൂടാതെ ലോകത്തിലെ ഏറ്റവും തണുപ്പേറിയതും ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമായ ഒരു സ്ഥലം കൂടിയാണിത്. അന്റാർട്ടിക് സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം ഏതാണ്ട് പൂർണ്ണമായും മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. ഇവിടുത്തെ തണുപ്പ് എത്രത്തോളം അപകടകരമാണെന്നാൽ പല സ്ഥലങ്ങളിലും താപനില -50 ഡിഗ്രി സെൽഷ്യസിനും താഴെ പോകാറുണ്ട്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന മഞ്ഞ് മനുഷ്യർക്കിവിടെ ജീവിക്കുക എന്നത് ഏതാണ്ട് അസാധ്യമാണ്. എന്നാൽ ഇതുവരെ ആരും കടന്നു ചെല്ലാത്ത ഈ ഐസ് ലോകം പര്യവേഷണം ചെയ്യാനുള്ള ജിജ്ഞാസ പല ആളുകളിൽ അമിതമായ ആഗ്രഹമുണ്ടാക്കിയിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ആംഗ്ലോ ഐറിഷ് പര്യവേഷകനായിരുന്നു ഏണസ്റ്റ് ഷാക്കിൾട്ടൺ. 1874 ഫെബ്രുവരി 15 അയർലാൻഡിലെ കൗണ്ടി കിൽഡേറിയിൽ ജനിച്ച ഏണസ്റ്റ് ഷാക്കിൾട്ടന് അന്റാർട്ടിക്കയിൽ എത്തുക എന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒടുങ്ങാത്ത ഒരു ആവേശമായിരുന്നു. കുട്ടിക്കാലം മുതൽക്കേ ഷാക്കിൾട്ടന് പഠിത്തത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സാഹസിക യാത്രകൾ ചെയ്യാനും മറ്റാരും മുമ്പ് അറിഞ്ഞിട്ടില്ലാത്ത പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുമായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. സാഹസികതയോടെയുള്ള ഈ സ്നേഹം ഷാക്കിൾട്ടനെ കടലിലേക്ക് ആകർഷിപ്പിച്ചു. അങ്ങനെ വെറും 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം മർച്ചൻ്റ് നേവിയിൽ ചേർന്നു. അവിടെ വച്ച് സമുദ്രത്തിലെ കഠിനമായ യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുകയും അവയെ നേരിടാൻ സ്വയം സജ്ജനാകുകയും ചെയ്തു. ഈ ഒരു കാലഘട്ടത്തെ പല സാഹസിക പര്യവേഷകരുടെയും ലക്ഷ്യം അന്റാർട്ടിക്ക പര്യവേഷണം ചെയ്യുക എന്നതായിരുന്നു. അക്കാലത്ത് മനുഷ്യരാരും എത്തിപ്പെടാത്ത ദുർഘടം നിറഞ്ഞ അന്റാർട്ടിക്ക പര്യവേഷണം ചെയ്താൽ പേരും പ്രശസ്തിയും ഉണ്ടാകും. പല സാഹസിക പര്യവേഷകരും പരാജയപ്പെട്ട് മടങ്ങിയ അന്റാർട്ടിക്ക പര്യവേഷണം ചെയ്ത്
പേരും പ്രശസ്തിയും നേടിയെടുക്കണമെന്ന് ഏണസ്റ്റ് ഷാക്കിൾട്ടനും അതിയായ ആഗ്രഹമുണ്ടായി. അങ്ങനെയിരിക്കെ 1901 റോബർട്ട് ഫാൽക്കൺസ്കോട്ടിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടൻ അന്റാർട്ടിക്ക പര്യവേഷണത്തിൻ്റെ ഭാഗമായി ഡിസ്കവറി എക്സ്പെഡിഷൻ എന്ന ദൗത്യത്തിൽ ഏണസ്റ്റ് ഷാക്കിൾട്ടന് അതിനുള്ള അവസരം ലഭിച്ചു. അതിനു മുമ്പ് ആരും നേടിയിട്ടില്ലാത്ത ഒരു കാര്യം, അതായത് ദക്ഷിണ ധ്രുവത്തിൽ എത്തിച്ചേരുക എന്നതായിരുന്നു ഈ പര്യവേഷണത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ വളരെ മോശമായ കാലാവസ്ഥയും കഠിനമായ സാഹചര്യങ്ങളും കാരണം ഏകദേശം 750 കിലോമീറ്റർ അകലെ വച്ച് ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയാതെ അദ്ദേഹത്തിന് തിരികെ മടങ്ങേണ്ടി വന്നു. 1907 ഏണസ്റ്റ് ഷാക്കിൾട്ടൻ വീണ്ടും ശ്രമം നടത്തി. എന്നാൽ ഇത്തവണയും ലക്ഷ്യസ്ഥാനത്തിന് വെറും 150 കിലോമീറ്റർ അകലെ വച്ച് അദ്ദേഹത്തിന് യാത്ര അവസാനിപ്പിച്ച് മടങ്ങേണ്ടതായി വന്നു. അക്കാലത്ത് ദക്ഷിണ ധ്രുവത്തിനടുത്തായി ഏറ്റവും തെക്കോട്ടെത്തിയ റെക്കോർഡായി ഇത് കണക്കാക്കപ്പെട്ടിരുന്നു. ഇതിലൂടെ ഏണസ്റ്റ് ഷാക്കിൾട്ടൻ വളരെ പ്രശസ്തനാവുകയും യുണൈറ്റഡ് കിങ്ഡത്തിലെ എഡ്വാർഡ് 7 രാജാവ് അദ്ദേഹത്തിന് നൈറ്റ് പദവി നൽകി ആദരിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് അദ്ദേഹം സർ ഏണസ്റ്റ് ഷാക്കിൾട്ടൻ എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങിയത്. എങ്കിലും അദ്ദേഹത്തിനുള്ളിലെ ആഗ്രഹം സഫലീകരിക്കാൻ കഴിയാത്തതിൻ്റെ അസ്വസ്ഥതയും അന്റാർട്ടിക്കയിൽ എത്തണമെന്ന അടങ്ങാത്ത ആഗ്രഹവും അദ്ദേഹത്തെ സമാധാനത്തോടെ ഉറങ്ങാൻ അനുവദിച്ചില്ല. അങ്ങനെ 1913 സർ ഏണസ്റ്റ് ഷാക്കിൾട്ടൻ വീണ്ടും അന്റാർട്ടിക്ക പര്യവേഷണത്തിനായി ഒരു പദ്ധതി തയ്യാറാക്കി. ഇതിന് ഇമ്പീരിയർ ട്രാൻസ് അന്റാർട്ടിക് എക്സ്പെഡിഷൻ എന്ന് പേരിട്ടു. ഇത്തവണ താൻ അന്റാർട്ടിക്കയിൽ എത്തുക മാത്രമല്ല, കാൽനടയായി ദക്ഷിണ ധ്രുവം ഉൾപ്പെടെ അന്റാർട്ടിക്ക മുഴുവൻ മുറിച്ചു കടക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. തൻ്റെ കപ്പൽ ആദ്യം സൗത്ത് ജോർജിയ ദ്വീപിലെത്തുമെന്നും അവിടെ നിന്ന് വെഡൽ കടൽ മുറിച്ചു കടക്കുമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ. അങ്ങനെ യാത്ര ചെയ്ത് അന്റാർട്ടിക്കൻ തീരത്തുള്ള വാഷൽ ബേ ഉൾക്കടലിലേക്ക് പോകും. അതിനുശേഷം അദ്ദേഹവും സംഘവും ദക്ഷിണ ധ്രുവത്തിലൂടെ നടന്ന് അന്റാർട്ടിക്ക മുഴുവനുമായും മുറിച്ചു കടന്ന് റോസ് കടലിൽ എത്തിച്ചേരും. ഇതായിരുന്നു പ്ലാൻ. ഇത്തവണ ഏണസ്റ്റ് ഷാക്കിൾട്ടൻ തന്നെ ആ യാത്ര നയിക്കാൻ തീരുമാനിച്ചു. അതിനായി പലയിടങ്ങളിൽ നിന്നായി സ്വരൂപിച്ച ഫണ്ട് ഉപയോഗിച്ച് ഈ യാത്രയ്ക്ക് വേണ്ടി നോർവേയിൽ നിർമ്മിച്ച ഒരു പഴയ കപ്പൽ ഏണസ്റ്റ് ഷാക്കിൾട്ടൻ വാങ്ങി. അതിന് അദ്ദേഹം എൻഡ്യൂറസ് എന്ന് പേരിട്ടു. 3 കൊടിമരങ്ങളുള്ള ഒരു പായ്ക്കപ്പലായിരുന്നു എൻഡ്യൂറസ്. എന്നാൽ അതിൻ്റെ വേഗത കൂട്ടാനായി കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റീം എഞ്ചിനും അതിൽ ഘടിപ്പിച്ചിരുന്നു. കനം കുറഞ്ഞ മഞ്ഞുപാളികളിലൂടെ വഴിയൊരുക്കി മുന്നോട്ട് പോകാൻ ഈ കപ്പലിന് കഴിയുമായിരുന്നു. അതിനുശേഷം സംഘത്തിലേക്ക് ആളുകളെ ആവശ്യപ്പെട്ടുകൊണ്ട് ഷാക്കിൾട്ടൻ പത്രത്തിൽ നൽകിയ പരസ്യത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: അപകടകരമായ യാത്രയ്ക്ക് ആളുകളെ ആവശ്യമുണ്ട്. മാസങ്ങളോളം കഠിനമായ തണുപ്പും മഞ്ഞുവീഴ്ചയും ഇരുട്ടും നേരിടേണ്ടി വരുമെന്നും ജീവനോടെ തിരിച്ചെത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ലെന്നും അതിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. ഈ പരസ്യം കണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ഏതാണ്ട് 5000-ഓളം അപേക്ഷകളാണ് ഇതിനായി ഏണസ്റ്റ് ഷാക്കിൾട്ടന് ലഭിച്ചത്. അതിൽ നിന്നും വെറും 27 പേര് മാത്രമാണ് ഏണസ്റ്റ് ഷാക്കിൾട്ടൻ തിരഞ്ഞെടുത്തത്. നാവികർ, മരപ്പണിക്കാർ, നാവികസേന ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ എന്നിവർ അദ്ദേഹം തിരഞ്ഞെടുത്ത ആ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഇതിനു പുറമെ അന്റാർട്ടിക്കയിൽ ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടത്താൻ പോകുന്ന 6 ശാസ്ത്രജ്ഞരും ഈ 27 പേരിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഈ ദൗത്യം എത്രത്തോളം മഹത്തരമായിരുന്നോ അത്രത്തോളം തന്നെ അപകടകരവുമായിരുന്നു. ആ കാലഘട്ടത്തിൽ GPS, സാറ്റലൈറ്റ് നാവിഗേഷൻ അല്ലെങ്കിൽ ആധുനിക ആശയവിനിമയ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാപ്പുകളും സെക്സ്റ്റൻ്റ് പോലുള്ള ഉപകരണങ്ങളും മാത്രമാണ് അവർക്ക് ആശ്രയമായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ദിശയും ദൂരവും കണക്കാക്കുന്നത് പലപ്പോഴും തെറ്റാൻ സാധ്യതയുണ്ടായിരുന്നു. ഒരു ചെറിയ തെറ്റുപോലും 100 കണക്കിന് കിലോമീറ്റർ വഴിമാറി തെറ്റായ ദിശയിലേക്ക് അവരെ എത്തിക്കുമായിരുന്നു. ഇതിനിടയിൽ 1-ാം ലോക മഹായുദ്ധവും പൊട്ടിപ്പുറപ്പെടുന്നു. എങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ ഏണസ്റ്റ് ഷാക്കിൾട്ടൻ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. ഒടുവിൽ 1914 ഓഗസ്റ്റ് 8 ഇംഗ്ലണ്ടിലെ പേമൗത്തിൽ നിന്നും എൻഡ്യൂറസ് യാത്ര തിരിച്ചു. ആ കപ്പലിൽ ഏണസ്റ്റ് ഷാക്കിൾട്ടൻ അടക്കം 28 പേരും മഞ്ഞുപ്രദേശങ്ങളിൽ സ്ട്രെച്ച് വലിക്കാൻ കഴിവുള്ള നിരവധി നായ്ക്കളും ടെൻറ്റ് കൂടാരങ്ങൾ കെട്ടുന്നതിനുള്ള സാധനങ്ങളും ദീർഘനാളത്തെ ഭക്ഷണ സാമഗ്രികളുമായിട്ടായിരുന്നു ആ യാത്ര. അങ്ങനെ ഏകദേശം 3 മാസത്തെ യാത്രയ്ക്ക് ശേഷം കപ്പൽ സൗത്ത് ജോർജിയ ദ്വീപിൽ എത്തിച്ചേർന്നു. അന്റാർട്ടിക്കയ്ക്ക് മുമ്പുള്ള അവസാനത്തെ മനുഷ്യവാസ കേന്ദ്രമായിരുന്നു അത്. അതുമാത്രമല്ല, ഇതൊരു തിമിംഗല വേട്ടക്കാരുടെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന നോർവീജിയൻ നാവികർ ഏണസ്റ്റ് ഷാക്കിൾട്ടന് ഒരു മുന്നറിയിപ്പ് നൽകി.
ഈ വർഷം കടലിലെ മഞ്ഞുപാളികൾക്ക് മുമ്പത്തേക്കാൾ വലിയ കട്ടിയുണ്ടെന്നും യാത്ര വളരെ അപകടകരമാണെന്നും അവർ പറഞ്ഞു. എന്നാൽ ഷാക്കിൾട്ടൺ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഏതാണ്ട് ഒരു മാസം മുഴുവൻ ആ തിമിംഗല വേട്ടക്കാരുടെ സൗത്ത് ജോർജിയ ദ്വീപിൽ തങ്ങുകയും തുടർന്നുള്ള യാത്രയുടെ പ്ലാനിംഗ് തയ്യാറാക്കുകയും ചെയ്തു. അതിനുശേഷം 1914 ഡിസംബർ 5 സൗത്ത് ജോർജിയയിലെ തിമിംഗല വേട്ട കേന്ദ്രത്തിൽ നിന്നും എൻഡ്യൂറസ് എന്ന കപ്പൽ കൊടുങ്കാറ്റുകൾ നിറഞ്ഞ കടലിലൂടെ ലോകത്തിലെ ഏറ്റവും അപകടവും ദുരൂഹവുമായ ഭൂഖണ്ഡമായ അന്റാർട്ടിക്കയിലേക്ക് പുറപ്പെട്ടു. സർ ഏണസ്റ്റ് ഷാക്കിൾട്ടനു പുറമെ 27 ജീവനക്കാരും 69 നായ്ക്കളും ഒരു പൂച്ചയും ആ കപ്പലിലുണ്ടായിരുന്നു. ഇതിനു പുറമെ കപ്പലിലേക്ക് ആവശ്യമായ ഭക്ഷണപാനീയങ്ങൾ, സുരക്ഷാ ഉപകരണങ്ങൾ, 3 ലൈഫ് ബോട്ടുകൾ എന്നിവയും അതിലുണ്ടായിരുന്നു. മഞ്ഞിലൂടെ സാധനങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതിനാണ് നായ്ക്കളെ ഉൾപ്പെടുത്തിയത്. ദൗത്യത്തിൻ്റെ കമാൻഡർ സർ ഏണസ്റ്റ് ഷാക്കിൾട്ടനും സെക്കൻഡ് ഇൻ കമാൻഡർ ഫ്രാങ്ക് വെൽഡുമായിരുന്നു. ഫ്രാങ്ക് ഓർസിലി ആയിരുന്നു കപ്പലിൻ്റെ ക്യാപ്റ്റൻ. ഈ പര്യവേഷണത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്താനുള്ള ചുമതല ഫോട്ടോഗ്രാഫറും ക്യാമറാമാനുമായ ഫ്രാങ്ക് ഹാർലിക്കായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും അപകടകരമായ സമുദ്രങ്ങളിലൊന്നായ വെഡൽ കടലിലേക്ക് എൻഡ്യൂറസ് പ്രവേശിച്ചു. ആകാശം മേഘാവൃതമായിരുന്നു. സൂര്യൻ്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും കപ്പലിലെ അന്തരീക്ഷം വളരെ സന്തോഷകരമായിരുന്നു. ജീവനക്കാർ പരസ്പരം തമാശകൾ പറഞ്ഞും ചിരിച്ചും സമയം ചിലവഴിച്ചു. അവിടെ നിന്നാണ് ആവേശവും അപകടവും നിറഞ്ഞ ആ ഒരു യാത്ര അവർ ആരംഭിച്ചത്. മുമ്പാരും കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത തരത്തിലുള്ള ഒരു അതിജീവന കഥയായി അത് മാറാൻ പോവുകയായിരുന്നു. വെഡൽ കടൽ എന്നത് 3 വശവും അന്റാർട്ടിക്കയിൽ ചുറ്റപ്പെട്ട ഒരു സമുദ്രപ്രദേശമാണ്. ഈ കാരണം കൊണ്ട് തന്നെ അവിടുത്തെ കടലിൻ്റെ അടിത്തട്ടിൽ മഞ്ഞിൻ്റെ വലിയ പാളികളുണ്ട്. തിമിംഗലവേട്ട കേന്ദ്രത്തിൽ നിന്ന് യാത്ര തിരിച്ച് വെറും 2 ദിവസങ്ങൾക്ക് ശേഷം തന്നെ എൻഡ്യൂറാസ് എല്ലാ ഭാഗത്തു നിന്നും മഞ്ഞുകട്ടകളിൽ കുടുങ്ങാൻ തുടങ്ങി. ഇത് കപ്പലിൻ്റെ വേഗത കുറച്ചു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും മഞ്ഞിൻ്റെ കട്ടി കൂടിക്കൊണ്ടിരുന്നു. ഇതിൻ്റെ ഫലമായി സൗത്ത് ജോർജിയ ദ്വീപിൽ നിന്ന് പുറപ്പെട്ട് വെറും 9 ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ 14 എൻഡ്യൂറസ് എന്ന അവരുടെ കപ്പൽ എല്ലാ വശങ്ങളിൽ നിന്നും മഞ്ഞുകട്ടകളിൽ കുടുങ്ങിപ്പോയെങ്കിലും ആർക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നില്ല. ഈ മഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഉരുകി മാറുമെന്ന് ഷാക്കിൾട്ടൺ പ്രത്യാശിച്ചു. അദ്ദേഹം കരുതിയതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഏകദേശം 8 ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ 22 വഴിയിലെ മഞ്ഞുരുകാൻ തുടങ്ങി. അതിനുശേഷം കപ്പൽ വീണ്ടും മുന്നോട്ട് നീങ്ങുകയും അടുത്ത 2 ആഴ്ചത്തേക്ക് തെക്കോട്ട് തന്നെ യാത്ര തുടരുകയും ചെയ്തു. അധികം വൈകാതെ 1915 ജനുവരി 10 കപ്പൽ അന്റാർട്ടിക്കൻ തീരത്തിനടുത്തെത്തി. ലക്ഷ്യസ്ഥാനത്തേക്ക് വെറും 100 കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജനുവരി 15 എൻഡ്യൂറസ് എന്ന അവരുടെ കപ്പൽ കടലിലെ മഞ്ഞിന് ഏറ്റവും കട്ടിയുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ആവശ്യമെങ്കിൽ മഞ്ഞിലേക്കിറങ്ങി മുന്നോട്ട് നടക്കാമെന്ന് ജീവനക്കാർ കരുതി. എന്നാൽ തൻ്റെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനമായ വാഷൽ ബേ ഉൾക്കടൽ ഇനിയും തെക്കുഭാഗത്താണെന്ന് ഷാക്കിൾട്ടൺ വിശ്വസിച്ചു. അതുകൊണ്ട് അദ്ദേഹം എൻഡ്യൂറാസുമായി വീണ്ടും തെക്കോട്ട് നീങ്ങി. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിന് വളരെ അടുത്തായിരുന്നു. തങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ച് ഷാക്കിൾട്ടന് കണക്കുകൂട്ടലുകളിൽ തെറ്റുപറ്റിയിരുന്നു. അദ്ദേഹത്തിൻ്റെയും സഹപ്രവർത്തകരുടെയും ജീവിതം വൈകാതെ ഒരു നരകമാക്കി മാറ്റാൻ പോകുന്ന വലിയൊരു തെറ്റായിരുന്നു അത്. ഈ തെറ്റായ കണക്കുകൂട്ടൽ കപ്പലിനെ കൂടുതൽ കട്ടിയുള്ള മഞ്ഞുപാളികൾ നിറഞ്ഞ പ്രദേശത്തേക്ക് നയിച്ചു. ഇതിനിടയിൽ ജനുവരി 17 വൈകുന്നേരത്തോടെ കാലാവസ്ഥ പെട്ടെന്ന് മോശമായി. ശക്തമായ കാറ്റ് കപ്പലിനെ അതിൻ്റെ ദിശയിൽ നിന്നും വ്യതിചലിപ്പിച്ചു. എൻഡ്യൂറാസ് പതുക്കെ വടക്കുകിഴക്ക് ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങി. അവിടെ നിന്നും ഏകദേശം 23 കിലോമീറ്റർ അകലെ എത്തിയപ്പോഴേക്കും മഞ്ഞുപാളികൾക്ക് വീണ്ടും കട്ടിവയ്ക്കാൻ തുടങ്ങി. കാറ്റ് വീശുമ്പോൾ കപ്പൽ തെറ്റായ ദിശയിലേക്ക് ഒഴുകുകയും കാലാവസ്ഥ ശാന്തമാകുമ്പോൾ കട്ടിയുള്ള മഞ്ഞ് കപ്പലിൻ്റെ യാത്ര തടയുകയും ചെയ്യുന്ന അവസ്ഥയിലായി അവർ. ഇത് നിരവധി ദിവസത്തോളം തുടർന്നു. ഒടുവിൽ കൽക്കരി ലാഭിക്കുന്നതിനായി ഫെബ്രുവരി 14 ഷാക്കിൾട്ടൺ കപ്പലിൻ്റെ എൻജിൻ ഓഫ് ചെയ്യുകയും മഞ്ഞ് വെട്ടിമാറ്റി വഴി കണ്ടെത്താൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. എല്ലാവരും ദിവസങ്ങളോളം മഞ്ഞ് വെട്ടാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും എളുപ്പമായിരുന്നില്ല. വഴിയുണ്ടാക്കാനും അവർക്ക് സാധിച്ചില്ല. മഞ്ഞ് കപ്പലിനെ നിരന്തരം അതിൻ്റെ പിടിയിലാക്കിക്കൊണ്ടിരുന്നു. അന്റാർട്ടിക്കയിൽ നീണ്ടതും ഇരുണ്ടതുമായ ഒരു ശൈത്യകാലം വരാൻ പോവുകയായിരുന്നു. ആയതിനാൽ കപ്പൽ അവിടെ തന്നെ കുടുങ്ങിയാൽ ആ ശൈത്യകാലം മുഴുവൻ മഞ്ഞിൽ കഴിയേണ്ടി വരുമെന്നോർത്ത് ഷാക്കിൾട്ടൺ ആശങ്കാകുലനായി. ശൈത്യകാലത്ത് മാസങ്ങളോളം ഇവിടെ സൂര്യനെ കാണാൻ കഴിയില്ല. മഞ്ഞിൻ്റെ കട്ടി കൂടുകയും അതിൻ്റെ മർദ്ദം കപ്പലിനെ തകർക്കുകയും ചെയ്തേക്കാം. എന്നാൽ എല്ലാം അറിഞ്ഞിട്ടും ഷാക്കിൾട്ടന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല.
കപ്പൽ മഞ്ഞിൽ കുടുങ്ങിയിരിക്കുന്നു. തുറസായ കടൽ ഇനിയും വളരെ അകലെയായിരുന്നു. ഒടുവിൽ 1915 ഫെബ്രുവരി 24 മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ അവസാനിക്കുകയും ശൈത്യകാലം മുഴുവൻ അവിടെ തന്നെ ചെലവഴിക്കാനും ഷാക്കിൾട്ടൺ തീരുമാനിച്ചു. നായ്ക്കളെയെല്ലാം കപ്പലിൽ നിന്ന് മാറ്റി മഞ്ഞുകൊണ്ട് നിർമ്മിച്ച കുടിലുകളിലേക്ക് മാറ്റി. കപ്പലിൻ്റെ ഉൾഭാഗം ശൈത്യകാലത്തിന് അനുയോജ്യമായ രീതിയിലേക്ക് മാറ്റിയെടുത്തു. 3 വർഷം മുമ്പ് ഈ പ്രദേശത്തെത്തിയ പരിവേഷകനായ വിൽഹം ഫിൽഗർട്ടിയുടെ കപ്പലിന് സംഭവിച്ചതുപോലുള്ള ഒരു അത്ഭുതം ഷാക്കിൾട്ടനും പ്രതീക്ഷിച്ചു. അത്തരത്തിലൊരു അത്ഭുതത്തിനായി ഷാക്കിൾട്ടനും കാത്തിരിക്കാൻ തുടങ്ങി. ഈ ഒരു കാലയളവിൽ സംഘത്തിൻ്റെ മനോവീര്യം തകരാതിരിക്കാൻ അദ്ദേഹം എല്ലാവർക്കുമായി വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. നിലാവുള്ള രാത്രികളിലെ നടത്തം ഉൾപ്പെടെ. കപ്പലിൽ ചെറിയ നാടകങ്ങളും കളികളും നായ്ക്കളുടെ മത്സരയോട്ടങ്ങളും നടത്തി. എല്ലാവരുടെയും മനസ്സ് അതിൽ വ്യാപൃതനാകാനും ആരുടെയും ധൈര്യം ചോർന്നു പോകാതിരിക്കാനും വേണ്ടിയായിരുന്നു ഇത്. ഇങ്ങനെ ഏകദേശം 6-7 മാസങ്ങൾ കടന്നുപോയി. എന്നാൽ ഇതിനുശേഷവും സ്ഥിതി മെച്ചപ്പെടുന്നതിന് പകരം കൂടുതൽ വഷളാകാനാണ് തുടങ്ങിയത്. കപ്പലിന് ചുറ്റുമുള്ള മഞ്ഞ് പൊട്ടാനും കപ്പലിന്മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്താനും തുടങ്ങി. ഇതിനിടയിൽ ഒരു ദിവസം ചുറ്റുപാടുമുള്ള വലിയൊരു മഞ്ഞുമല വലിയ ശബ്ദത്തോടെ കപ്പലുമായി കൂട്ടിയിടുകയും എൻഡുറാസിൻ്റെ പല ഭാഗങ്ങളും തകരുകയും ചെയ്തു. കപ്പലിൻ്റെ പിൻഭാഗത്ത് നിരവധി വലിയ ദ്വാരങ്ങൾ വീണു. ഇതോടെ ഏണസ്റ്റ് ഷാക്കിൾട്ടന് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ആ തീരുമാനം എടുക്കേണ്ടി വന്നു. കപ്പൽ ഒഴിയാൻ അദ്ദേഹം ഉത്തരവിട്ടു. കാരണം മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കപ്പലിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അവരുടെ ജീവനെ തന്നെ അപകടത്തിലാക്കുമായിരുന്നു. ഇതിനുശേഷം അത്യാവശ്യം സാധനങ്ങളും 3 ലൈഫ് ബോട്ടുകളും കപ്പലിൽ നിന്ന് പുറത്തേക്ക് മാറ്റി. ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായ സാധനങ്ങൾ മാത്രമേ ഓരോരുത്തരും എടുക്കാവൂ എന്നും ബാക്കിയെല്ലാം ഉപേക്ഷിക്കാനും ഷാക്കിൾട്ടൺ കർശനമായ നിർദ്ദേശം നൽകി. അല്പസമയത്തിനുള്ളിൽ ആ 28 ആളുകളും മഞ്ഞുപാളികൾക്ക് മുകളിലായി. അവരുടെ മുന്നിൽ അനന്തമായ നിശബ്ദത വ്യാപിച്ചു കിടന്നു. അവർക്ക് പിന്നിലായി അവരുടെ കപ്പലായ എൻഡുറാസ് പതുക്കെ മഞ്ഞിലേക്ക് താഴ്ന്നുകൊണ്ടിരുന്നു. കടലിന് നടുവിലെ ആ വിജനമായ മഞ്ഞുപാളികളിൽ നിൽക്കുമ്പോൾ ഈ 28 മനുഷ്യർക്ക് ലോകം പെട്ടെന്ന് അവസാനിക്കുന്നത് പോലെ തോന്നി. എവിടെ നിന്നും ഒരു സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ചുറ്റും മഞ്ഞ് മാത്രമായിരുന്നു. സ്നോഹിൽ ഐലാൻഡ് അല്ലെങ്കിൽ റോബർട്ട്സൺ തിമിംഗലവേട്ട കേന്ദ്രം എന്നിവയിലേതെങ്കിലും ലക്ഷ്യമായി നീങ്ങാൻ അവർ തീരുമാനിച്ചു. 1915 ഒക്ടോബർ 30 മുന്നോട്ട് നടക്കാൻ ഷാക്കിൾട്ടൺ തൻ്റെ സംഘത്തിന് നിർദ്ദേശം നൽകി. എന്നാൽ അദ്ദേഹം പ്രതീക്ഷിച്ചതിലും വളരെ കഠിനമായിരുന്നു അവിടുത്തെ സാഹചര്യം. 3 ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷവും വളരെ ബുദ്ധിമുട്ടി കേവലം 2 മൈൽ ദൂരം മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞുള്ളൂ. ലൈഫ് ബോട്ടുകളും സാധനങ്ങളും നായ്ക്കളെയും വലിച്ചുകൊണ്ട് മഞ്ഞിലൂടെ നടക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. കടുത്ത ക്ഷീണത്തെ തുടർന്ന് യാത്ര നിർത്താൻ ഷാക്കിൾട്ടൺ തീരുമാനിച്ചു. ഒഴുകി നടക്കുന്ന ഉറപ്പുള്ള ഒരു മഞ്ഞുപാളിയിൽ ക്യാമ്പ് നിർമ്മിക്കാൻ അദ്ദേഹം സംഘത്തോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം എല്ലാവരും ചേർന്ന് വലിയ മഞ്ഞുകട്ടയ്ക്ക് മുകളിൽ ഒരു ക്യാമ്പ് നിർമ്മിച്ചു. അതിന് ഓഷ്യൻ ക്യാമ്പ് എന്ന് പേരിട്ടു. അവർ മുങ്ങിക്കൊണ്ടിരിക്കുന്ന എൻഡുറാസിൽ നിന്ന് അല്പം മാത്രം അകലെയായിരുന്നതിനാൽ ചിലപ്പോഴൊക്കെ അവർക്ക് ആ കപ്പലിൽ നിന്ന് പ്രധാനപ്പെട്ട സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ 1915 നവംബർ 21 ആ നിമിഷം വന്നെത്തി. വിടൽ കടലിൻ്റെ ആഴങ്ങളിൽ മഞ്ഞുപാളികൾക്കടിയിലേക്ക് എൻഡുറാസ് പൂർണ്ണമായും മുങ്ങിപ്പോയി. ഭയാനകരമായ ഈ കാഴ്ച കണ്ട് ഏണസ്റ്റ് ഷാക്കിൾട്ടൻ്റെയും സംഘത്തിൻ്റെയും കണ്ണുകൾ നിറഞ്ഞുപോയി. ലോകത്തിൻ്റെ ആ അറ്റത്തേക്ക് അവരെ എത്തിച്ച ആ കപ്പൽ ഇപ്പോൾ അവരുടെ കൺമുന്നിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് ഏക ആശ്രയമായി ഉണ്ടായിരിക്കുന്നത് അവരുടെ ക്യാമ്പ് നിർമ്മിച്ചിരിക്കുന്ന ഒഴുകി നടക്കുന്ന ആ മഞ്ഞുപാളി മാത്രമായിരുന്നു. തുടക്കത്തിൽ ആ മഞ്ഞുപാളിയുടെ ഒഴുക്ക് വളരെ പതുക്കെയായിരുന്നതിനാൽ അവർക്കത് അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാൽ നവംബർ അവസാനത്തോടെ അതിൻ്റെ വേഗത മണിക്കൂറിൽ ഏകദേശം 11 കിലോമീറ്ററായി വർദ്ധിച്ചു. എങ്കിലും ഒരു കരയിലെത്താൻ അവർക്ക് ഇനിയും ഒരുപാട് സമയം വേണ്ടിവരുമായിരുന്നു. അതിനാൽ ഡിസംബർ 4-ാമത്തെ ആഴ്ചയിൽ അവർ പൗലൻഡ് ഐലൻഡിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. ഡിസംബർ 23 ഓഷ്യൻ ക്യാമ്പ് ഉപേക്ഷിച്ച് എല്ലാവരും പൗലൻഡ് ഐലൻഡ് ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. എന്നാൽ സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായിരുന്നു. കഠിനാധ്വാനം ചെയ്തിട്ടും ഭാരമേറിയ സാധനങ്ങളും 3 ലൈഫ് ബോട്ടുകളും മഞ്ഞിലൂടെ വലിച്ച് കേവലം 12 കിലോമീറ്റർ ദൂരമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞുള്ളൂ. ഒടുവിൽ അവർക്ക് യാത്ര വീണ്ടും നിർത്തി ഉറപ്പുള്ള മറ്റൊരു വലിയ മഞ്ഞുപാളിയിൽ പുതിയ ക്യാമ്പ് നിർമ്മിക്കേണ്ടി വന്നു. ഇത്തവണ അദ്ദേഹം അതിന് പേഷ്യൻസ് ക്യാമ്പ് എന്നാണ് പേരിട്ടത്. എന്നാൽ യഥാർത്ഥ പ്രശ്നങ്ങൾ അവരുടെ മുന്നിൽ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഭക്ഷണ സാധനങ്ങൾ അതിവേഗം തീർന്നുകൊണ്ടിരുന്നു.
ഒരു ദിവസം മുഴുവൻ കഴിക്കാനായി എല്ലാവർക്കും ഓരോ ബിസ്ക്കറ്റും കുറച്ച് കൊക്കോയും കൊഴുപ്പടങ്ങിയ മാംസത്തിൻ്റെ ഒരു പേസ്റ്റും മാത്രമാണ് ലഭിച്ചിരുന്നത്. ചിലപ്പോഴൊക്കെ അവർ സീലുകളെയും പെൻഗ്വിനുകളെയും വേട്ടയാടിയിരുന്നു. എന്നാൽ പലപ്പോഴും ഇത് സാധ്യമായിരുന്നില്ല. ശരീരത്തിൽ ജലാംശം വളരെ കുറവായിരുന്നതിനാൽ എല്ലാവരും തളർന്നു പോയിരുന്നു. തൊണ്ട വല്ലാതെ വരണ്ടുണങ്ങുന്നതുകൊണ്ട് ഭക്ഷണം ഇറക്കാൻ പോലും അവർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരോടും സീലിൻ്റെ പച്ച മാംസം കഴിക്കാൻ ഷാക്കിൾട്ടൺ നിർദ്ദേശിച്ചു. മാംസത്തിലെ രക്തത്തിൽ നിന്ന് ശരീരത്തിന് ആവശ്യമായ ജലാംശം എളുപ്പത്തിൽ ലഭിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. ഒടുവിൽ തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന നായ്ക്കളെ വരെ കൊല്ലേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഷളായി. ഇതോടെ നായകളുടെ മാംസമായി അവരുടെ പ്രധാന ഭക്ഷണം. കപ്പൽ ഉപേക്ഷിച്ചിട്ട് ഏകദേശം 6 മാസത്തോളമായിരിക്കുന്നു. 1916 മാർച്ച് അവസാനത്തോടെ സംഘത്തിലുള്ളവർ ദൂരെയായി ചില പർവ്വതങ്ങൾ കാണാൻ തുടങ്ങി. എന്നാൽ ഏറ്റവും ഭയാനകരമായ കാര്യമെന്തെന്നാൽ അവർ പൗലൻഡ് ഐലാൻഡിൻ്റെ നേരെ എതിർദിശയിലേക്കാണ് ഒഴുകിപ്പോയിരിക്കുന്നത്. കാറ്റിൻ്റെ ദിശ നിരന്തരം മാറിക്കൊണ്ടിരുന്നതിനാൽ മഞ്ഞുപാളി നിയന്ത്രണമില്ലാതെ പല ദിശകളിലേക്കും ഒഴുകിക്കൊണ്ടിരുന്നു. പ്രകൃതി ഓരോ നിമിഷവും അവരെ പരീക്ഷിക്കുകയായിരുന്നു. പഴയ സ്ഥാനത്തേക്ക് തിരികെ പോകാൻ കഴിയാത്ത അവസ്ഥ വന്നതോടെ തൻ്റെ ലക്ഷ്യസ്ഥാനം മാറ്റാൻ ഏണസ്റ്റ് ഷാക്കിൾട്ടൺ നിർബന്ധിതനായി. ആദ്യം അവർ ക്ലാരൻസ് ദ്വീപിൽ എത്തിയേക്കാമെന്ന് അദ്ദേഹം കരുതി. പിന്നീട് കിങ്സ് ജോർജ് ദ്വീപിൽ എത്താമെന്ന പ്രതീക്ഷയുണ്ടായി. എന്നാൽ ഒടുവിൽ എലിഫൻ്റ് ദ്വീപിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഷാക്കിൾട്ടനെ സംബന്ധിച്ചിടത്തോളം ആ നിമിഷം എലിഫൻ്റ് ഐലൻഡും കിങ്സ് ജോർജ് ഐലൻഡുമായിരുന്നു അവർക്ക് മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു പ്രതീക്ഷ. അവരുടെ ഇപ്പോഴത്തെ സ്ഥാനത്ത് നിന്ന് ഏകദേശം 160 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായിട്ടായിരുന്നു അത്. അവർ നിന്നിരുന്ന മഞ്ഞുപാളിയും ദിവസങ്ങളോളം ഇതേ ദിശയിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ ദൂരം വെറും 50 കിലോമീറ്ററായി കുറഞ്ഞു. എന്നാൽ ഈ സമയത്ത് മറ്റൊരു അപകടം അവരെ തേടിയെത്തി. അവരുടെ ക്യാമ്പുണ്ടായിരുന്ന മഞ്ഞുപാളിയുടെ കട്ടി അതിവേഗം കുറഞ്ഞുകൊണ്ടിരുന്നു. ആ മഞ്ഞുപാളി എപ്പോൾ വേണമെങ്കിലും പൊട്ടിമാറാമായിരുന്നു. ആയതിനാൽ ക്യാപ്റ്റൻ ഫ്രാങ്ക് വോർസ്ലി 80 മണിക്കൂറോളം തുടർച്ചയായി ലൈഫ് ബോട്ട് നിയന്ത്രിച്ചു. വിശപ്പും മലിനജലവും കാരണം പലരും രോഗബാധിതരായി. പകുതിയിലധികം ആളുകളും മാനസികമായി തകർന്ന് ധൈര്യം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. എന്നാൽ ആരോഗ്യമുള്ള എല്ലാവരും ചേർന്ന് ബോട്ടുകൾ തുടങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ തുടർച്ചയായി 7 ദിവസം തുടങ്ങിയതിനു ശേഷം 1916 ഏപ്രിൽ 16 അവർ എലിഫൻ്റ് ദ്വീപിലെത്തി. ഏകദേശം 1.5 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവരുടെ കാലുകൾക്ക് കീഴിൽ ഉറപ്പുള്ള ഭൂമി ലഭിച്ചു. ആ ദ്വീപ് തികച്ചും വിജനമായിരുന്നു. അത് തണുത്തുറങ്ങിയതും തരിശുമായ ഒരു സ്ഥലമായിരുന്നു. എപ്പോൾ വേണമെങ്കിലും അപൂർവമായി ഒരു കപ്പൽ അവിടെ വന്നേക്കാം എന്നതൊഴിച്ചാൽ മറ്റൊരു പ്രതീക്ഷയും അവിടെ ഇല്ലായിരുന്നു. എങ്കിലും ആ സമയത്ത് ആ സ്ഥലം അവർക്കൊരു സ്വർഗത്തിൽ കുറഞ്ഞ ഒന്നായിരുന്നില്ല. എന്നാൽ ആ ദ്വീപിൽ കഴിക്കാൻ ഒന്നുമില്ലാതിരുന്നതിനാൽ കൂടുതൽ ദിവസങ്ങൾ അവിടെ ജീവിക്കുക എന്നത് ഏതാണ്ട് അസാധ്യമായിരുന്നു എന്നതാണ് യഥാർത്ഥ സത്യം. എലിഫൻ്റ് ദ്വീപിൽ നിന്നും ഏറ്റവും അടുത്തുള്ള മനുഷ്യവാസ കേന്ദ്രം കുറഞ്ഞത് 960 കിലോമീറ്റർ അകലെയായിരുന്നു. തെക്കേ അമേരിക്കയിലെ കേപ്പ് ഹോൺ, ഹോപ്പ്ലാൻഡ് ദ്വീപുകൾ എന്നിവയായിരുന്നു ആ ദൂരത്തിലുണ്ടായിരുന്നത്. എന്നാൽ അവരുടെ യാത്ര ആരംഭിച്ച സൗത്ത് ജോർജിയ ദ്വീപിലേക്കുള്ള ദൂരം ഏതാണ്ട് 1300 കിലോമീറ്റർ ആയിരുന്നു. കേപ്പ് ഹോണും ഹോഗ്ലാൻഡ് ദ്വീപുകളും താരതമ്യേന അടുത്തായിരുന്നുവെങ്കിലും അവിടേക്ക് എത്താനുള്ള ഒരേ ഒരു വഴി ലോകത്തിലെ ഏറ്റവും അപകടകരമായ സമുദ്രപാതകളിലൊന്നായ ഡ്രേക്ക് പാസേജിലൂടെയായിരുന്നു. അതിലൂടെ കടന്നു പോകുക എന്നത് മരണത്തിൻ്റെ വായിലേക്ക് പോകുന്നതിന് തുല്യമായിരുന്നു. 12 മീറ്ററോളം ഉയരത്തിൽ തിരമാലകൾ അടിക്കുന്ന അവിടെ ഇതിനോടകം 20,000-ലധികം നാവികർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഷാക്കിൾട്ടൺ സൗത്ത് ജോർജിയ ദ്വീപിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. എന്നാൽ ജീവനക്കാരിൽ ഭൂരിഭാഗം പേരുടെയും ആരോഗ്യനില വളരെ മോശമായതിനാൽ ഇത്രയും ദൂരം ഒരു ചെറിയ ലൈഫ് ബോട്ടിൽ അവരെയും കൊണ്ട് പോകുന്നത് വലിയ അപകടകരമായിരുന്നു. ആയതിനാൽ വെറും 6 പേർ അടങ്ങുന്ന ഒരു ചെറിയ സംഘത്തോടൊപ്പം താൻ സൗത്ത് ജോർജിയ ദ്വീപിലേക്ക് പോകാമെന്നും അവിടെ നിന്നും സഹായം ലഭിച്ച ശേഷം സഹപ്രവർത്തകരെ രക്ഷിക്കാൻ എലിഫൻ്റ് ഐലൻഡിലേക്ക് തിരിച്ചു വരുമെന്നും ഷാക്കിൾട്ടൺ തീരുമാനിച്ചു. അങ്ങനെ ബാക്കി 22 പേർ എലിഫൻ്റ് ദ്വീപിൽ ക്യാമ്പ് ചെയ്ത് ഷാക്കിൾട്ടനായി കാത്തിരിക്കാൻ തീരുമാനമായി. അവിടെ തുടരുന്ന സംഘത്തിൻ്റെ പൂർണ്ണ ചുമതല മുമ്പ് തൻ്റെ പര്യവേഷണത്തിൽ ഒപ്പമുണ്ടായിരുന്ന ഫ്രാങ്ക് വൈൽഡിനെ ഷാക്കിൾട്ടൻ ഏൽപ്പിച്ചു. എല്ലാ തയ്യാറെടുപ്പുകൾക്കും ശേഷം 1916 ഏപ്രിൽ 24 ഷാക്കിൾട്ടനും അദ്ദേഹത്തിൻ്റെ 5 സഹപ്രവർത്തകരുമായ ഫ്രാങ്ക് വോർസ്ലി, ടോം കീൻ, ഹാരി മാഗ്നീഷ്, ജോൺ വിൻസെൻ്റ്, തിമോത്തി മക്കാർത്തി എന്നിവരൊപ്പം ചേർന്ന് ഒരു ചെറിയ ലൈഫ് ബോട്ടിൽ സ്കോട്ടിയോ കടൽ വഴി സൗത്ത് ജോർജിയ ദ്വീപിലേക്ക് യാത്ര തിരിച്ചു.
4 മണിക്കൂർ വഞ്ചി തുഴയുക, 4 മണിക്കൂർ വിശ്രമിക്കുക എന്നതായിരുന്നു അവരുടെ പദ്ധതി. എന്നാൽ കടലിലെ തിരമാലകൾ വളരെ അപകടകാരിയായിരുന്നതിനാൽ പലപ്പോഴും ബോട്ടിലേക്ക് വെള്ളം ഇടിച്ചു കയറി. തുടർന്നുള്ള 16 ദിവസങ്ങളിൽ കടലിലെ കൂറ്റൻ തിരമാലകളോടും അതിശക്തമായ കൊടുങ്കാറ്റിനോടും അവർ നിരന്തരം പോരാടിക്കൊണ്ടിരുന്നു. ചിലപ്പോൾ അവർ ബോട്ടിലെ വെള്ളം കോരിക്കളയും, മറ്റു ചിലപ്പോൾ അതിൽ ഉറഞ്ഞുകൂടിയ മഞ്ഞുകട്ടകൾ നീക്കം ചെയ്യും. ഒടുവിൽ ഒരു ദിവസം അകലെയായി സൗത്ത് ജോർജിയ ദ്വീപ് അവരുടെ കണ്ണിൽപ്പെട്ടു. അപ്പോൾ അവർ അവിടെ നിന്നും വെറും 5 കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു. ജീവനക്കാർ പൂർണ്ണമായും തളർന്നിരുന്നു. വഞ്ചി തുഴയാൻ പോലും ശക്തി അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ തുഴയുന്നത് നിർത്തി. എല്ലാം നഷ്ടപ്പെട്ടതുപോലെയാണ് അവർക്കപ്പോൾ തോന്നിയത്. ഈ അപകടകരമായ 17 ദിവസത്തെ യാത്രകൾക്ക് ശേഷം സർ ഏണസ്റ്റ് ഷാക്കിൾട്ടനും അദ്ദേഹത്തിൻ്റെ 5 കൂട്ടാളികളും ഒടുവിൽ സൗത്ത് ജോർജിയയുടെ പടിഞ്ഞാറൻ തീരത്തെത്തി. കരയിലെത്തിയപ്പോൾ അവരുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ആഹ്ലാദത്താൽ അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. തങ്ങളുടെ ഏറ്റവും വലിയ പോരാട്ടം അവസാനിച്ചുവെന്ന് അവർ കരുതി. എന്നാൽ തങ്ങളെത്തിയ യഥാർത്ഥ സ്ഥലം ഏതെന്നറിഞ്ഞപ്പോൾ ആ സന്തോഷം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. ദ്വീപിൻ്റെ തെറ്റായ ഭാഗത്താണ് അവർ എത്തിച്ചേർന്നത്. അവിടെ യാതൊരുവിധ മനുഷ്യവാസവും ഉണ്ടായിരുന്നില്ല. തിമിംഗലവേട്ട കേന്ദ്രമുള്ള മറുവശത്തായിരുന്നു ആളുകൾ താമസിച്ചിരുന്നത്. എന്നാൽ അവിടെ എത്താൻ ഏകദേശം 40 കിലോമീറ്ററുകളോളം മഞ്ഞുമലകളും ഹിമാനികളും അവർക്ക് താണ്ടണമായിരുന്നു. എന്നാൽ 1 ഇഞ്ച് പോലും നടക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവരപ്പോൾ. അതിനാൽ കുറച്ചു നേരം വിശ്രമിക്കാൻ അവർ തീരുമാനിച്ചു. നഷ്ടപ്പെട്ട ഊർജം വീണ്ടെടുക്കാൻ അടുത്തുള്ള സീലുകളെയും മറ്റ് കടൽ ജീവികളെയും അവർ വേട്ടയാടി ഭക്ഷിച്ചു. കാരണം അവരുടെ ഈ യാത്രയിലെ ഏറ്റവും കഠിനമായ ഒരു കാൽനട യാത്ര അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. സൗത്ത് ജോർജിയ ദ്വീപിലെ പർവ്വതങ്ങൾ വളരെ അപകടം പിടിച്ചതായിരുന്നു. മുമ്പ് ഒരു മനുഷ്യനും കാൽനടയായി അത് മുറിച്ചു കടന്നിരുന്നില്ല. എന്നാൽ ഷാക്കിൾട്ടനും കൂട്ടുകാർക്കും മുന്നിൽ ഇപ്പോൾ വേറെ വഴിയില്ലായിരുന്നു. 9 ദിവസത്തെ വിശ്രമത്തിന് ശേഷം ഹാരി മാഗ്നീഷ്, ജോൺ വിൻസെന്റ്, തിമോത്തി മർക്കാത്തി എന്നിവർക്ക് തങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മല കയറാൻ കഴിയാത്ത തരത്തിൽ അവശരായിരുന്നു. ആയതിനാൽ 1916 മെയ് 19 ഏണസ്റ്റ് ഷാക്കിൾട്ടൻ അവരെ അവിടെ നിർത്തിയിട്ട് ഫ്രാങ്ക് വോർസിക്കും ടോം ക്ലീനിനുമൊപ്പം 1000കണക്കിന് അടി ഉയരമുള്ള മല കയറാൻ തുടങ്ങി. ശരിയായ വഴി അറിയില്ലായിരുന്നു എന്നതായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആയതിനാൽ മുന്നിൽ കണ്ട മലകളെല്ലാം അവർ കയറി. ചിലയിടങ്ങളിൽ ആഴത്തിലുള്ള ഗർത്തങ്ങളായിരുന്നുവെങ്കിൽ മറ്റു ചിലയിടങ്ങളിൽ ചെങ്കുത്തായ പാറക്കെട്ടുകൾ അവർക്ക് തടസ്സമായി. മുന്നോട്ട് പോകാൻ വഴിയില്ലാത്തപ്പോൾ അവർ താഴെ ഇറങ്ങി മറ്റൊരു മല കയറാൻ ശ്രമിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനു ശേഷം ശരിയായ ദിശ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ ഏകദേശം 24 മണിക്കൂറുകൾക്ക് ശേഷം ഒരു പർവ്വതത്തിൻ്റെ മുകളിലെത്താൻ അവർക്ക് കഴിഞ്ഞു. അവിടെ വച്ച് ദൂരെയായി തിമിംഗലവേട്ട കേന്ദ്രത്തിൽ നിന്നുള്ള ഫാക്ടറിയുടെ ചൂളമടി ശബ്ദം അവരുടെ കാതുകളിലെത്തി. മനുഷ്യൻ്റെ സാന്നിധ്യമുള്ള ആ ശബ്ദം അവർക്ക് പുതിയൊരു പ്രതീക്ഷ നൽകി. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ആദ്യമായാണ് അവർ ഒരു മനുഷ്യൻ്റെ ശബ്ദമോ അവരുടെ സാന്നിധ്യമോ കേൾക്കുന്നത്. തങ്ങൾ ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് ഇത് അവരെ വിശ്വസിപ്പിച്ചു. കുറച്ച് മണിക്കൂറുകൾ കൂടി നടന്നതിന് ശേഷം 3 പേരും ഉച്ചയോടെ തിമിംഗലവേട്ട കേന്ദ്രത്തിലെത്തി. തുടർച്ചയായി 36 മണിക്കൂർ മലകളിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നതിനാൽ അവർ പൂർണ്ണമായും തളർന്നിരുന്നു. 532 ദിവസങ്ങൾക്ക് മുമ്പ് അന്റാർട്ടിക്കയിലേക്ക് പുറപ്പെട്ട അതേ ദ്വീപായിരുന്നു ഇത്. ഇപ്പോൾ വിധി അവരെ അവിടേക്ക് തന്നെ തിരിച്ചെത്തിച്ചിരിക്കുന്നു. എന്നാൽ തിമിംഗലവേട്ട കേന്ദ്രത്തിലെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന ആർക്കും അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മൂവരുടെയും താടി രോമങ്ങൾ നീണ്ടു വളർന്നിരുന്നു. മുഖം കറുത്തിരുണ്ടിരുന്നു. അവരുടെ വസ്ത്രങ്ങൾ നന്നായി കീറിപ്പറിഞ്ഞിരുന്നു. അവരെ കണ്ട തിമിംഗലവേട്ട കേന്ദ്രത്തിൻ്റെ മാനേജർ അത്ഭുതത്തോടെ ചോദിച്ചു, ആരാണ് നിങ്ങൾ? അപ്പോൾ ഏണസ്റ്റ് ഷാക്കിൾട്ടൻ പതുക്കെ മറുപടി നൽകി, എൻ്റെ പേര് ഷാക്കിൾട്ടൻ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ഏണസ്റ്റ് ഷാക്കിൾട്ടനും അദ്ദേഹത്തിൻ്റെ മുഴുവൻ സംഘവും മരിച്ചു എന്നാണ് ലോകം മുഴുവൻ കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് അവരിൽ 3 പേർ ഇതാ ജീവനോടെ അവരുടെ മുന്നിൽ നിൽക്കുന്നു. ഇതിനുശേഷം തിമിംഗലവേട്ട കേന്ദ്രത്തിൻ്റെ മാനേജർ ഉടനെ തന്നെ 3 പേർക്കും ഭക്ഷണം നൽകി. പുതിയ വസ്ത്രങ്ങളും ഉറങ്ങാൻ കിടക്കയും ഒരുക്കി കൊടുത്തു. വളരെ കാലത്തിന് ശേഷം അവർക്ക് അല്പം വിശ്രമിക്കാൻ കഴിഞ്ഞു. ഏണസ്റ്റ് ഷാക്കിൾട്ടൻ തൻ്റെ 2 സഹപ്രവർത്തകരോടൊപ്പം സൗത്ത് ജോർജിയ ദ്വീപിൽ എത്തിയെങ്കിലും തിമിംഗലവേട്ട കേന്ദ്രത്തിൽ ഇരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവൻ ആ സമയത്ത് ജോർജിയ ദ്വീപിൻ്റെ മറുവശത്ത് കുടുങ്ങി നിൽക്കുന്ന 3 പേരെയും എലിഫന്റ് ദ്വീപിൽ കുടുങ്ങിക്കിടക്കുന്ന ആ 22 ജീവനക്കാരെയും കുറിച്ചായിരുന്നു. അങ്ങനെ ആ സമയത്ത് ജോർജിയ ദ്വീപിൻ്റെ മറുവശത്ത് കുടുങ്ങിക്കിടക്കുന്ന ആ 3 സഹപ്രവർത്തകരെയും സുരക്ഷിതമായി ആ തിമിംഗലവേട്ട കേന്ദ്രത്തിൽ എത്തിച്ചു.
അതിനുശേഷം ഏണസ്റ്റ് ഷാക്കിൾട്ടൺ തൻ്റെ നേതൃത്വത്തിൽ എലിഫന്റ് ദ്വീപിൽ കുടുങ്ങിക്കിടക്കുന്ന തൻ്റെ സംഘത്തെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. 1916 മെയ് 23 അദ്ദേഹം തൻ്റെ ആദ്യത്തെ രക്ഷാദൗത്യം ആരംഭിക്കുകയും ഒരു തിമിംഗലവേട്ട ബോട്ടിൽ എലിഫന്റ് ദ്വീപിലേക്ക് പുറപ്പെടുകയും ചെയ്തു. എന്നാൽ കടലിൽ പരന്നു കിടക്കുന്ന മഞ്ഞുപാളികൾ വഴി തടഞ്ഞതിനാൽ അദ്ദേഹത്തിന് തിരികെ പോരേണ്ടി വന്നു. അതിനുശേഷം അദ്ദേഹം ഫോർക്ലാൻഡ് ദ്വീപിലേക്ക് എത്തുകയും രണ്ടാമത്തെ രക്ഷാദൗത്യത്തിനായി തയ്യാറെടുക്കുകയും ചെയ്തു. 1916 ജൂൺ 10 രണ്ടാമത്തെ രക്ഷാശ്രമം നടത്തിയെങ്കിലും ഇത്തവണയും മഞ്ഞുമതിലുകൾ കപ്പലിന് മുന്നോട്ട് പോകാൻ അനുവദിച്ചില്ല. 1916 ജൂലൈ 12 മൂന്നാമതൊരു ശ്രമം കൂടി നടത്തി. ഒരു ആംബുലൻസ് ബോട്ടുമായി എലിഫന്റ് ദ്വീപിലേക്ക് അവർ പോകാൻ ശ്രമിച്ചു. എന്നാൽ ഇത്തവണയും അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു. ഇതുവരെ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടിട്ടും തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ ഷാക്കിൾട്ടൺ തയ്യാറായിരുന്നില്ല. എലിഫന്റ് ദ്വീപിൽ കുടുങ്ങിക്കിടക്കുന്ന തൻ്റെ മറ്റ് 22 സഹപ്രവർത്തകരെ രക്ഷപ്പെടുത്താൻ മറ്റൊരു വഴി അന്വേഷിക്കുന്നതിനിടയിൽ ഏണസ്റ്റ് ഷാക്കിൾട്ടൺ ചിലി സർക്കാരിനോട് സഹായം അഭ്യർത്ഥിച്ചു. അവർ അദ്ദേഹത്തിന് എൽച്ചോ എന്നൊരു സ്റ്റീം എഞ്ചിനുള്ള ഒരു ഡക്ക് വിട്ടു നൽകി. അങ്ങനെ 1916 ഓഗസ്റ്റ് 25 നാലാമത്തെ തവണയും എലിഫന്റ് ദ്വീപിലേക്ക് ഷാക്കിൾട്ടൺ യാത്ര തിരിച്ചു. ഇതേസമയം എലിഫന്റ് ദ്വീപിൽ ഫ്രാങ്ക് വെൽഡ് തൻ്റെ കൂട്ടുകാർക്കായി ഒരു താൽക്കാലിക താവളം നിർമ്മിച്ചിരുന്നു. 2 ലൈഫ് ബോട്ടുകൾ തലക്കീഴായി വച്ചും കല്ലുകൾ ഉപയോഗിച്ചുമാണ് അദ്ദേഹം ഒരു ചെറിയ അഭയകേന്ദ്രം നിർമ്മിച്ചിരുന്നത്. സംഘത്തിൻ്റെ മനോവീര്യം തകരുമ്പോഴെല്ലാം ഫ്രാങ്ക് വെൽഡ് അവരോട് പറയുമായിരുന്നു, സുഹൃത്തുക്കളെ, നിങ്ങളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു വെച്ചോളൂ, ബോസ് ഇന്ന് തന്നെ എത്തിയേക്കാം. എന്നാൽ ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും മാറി. എന്നിട്ടും അവരുടെ ബോസ് തിരിച്ചു വന്നില്ല. അങ്ങനെ അവർ എലിഫന്റ് ദ്വീപിൽ 4 മാസത്തോളം ചിലവഴിച്ചു. ഷാക്കിൾട്ടൺ പോയ ബോട്ട് വഴിയിൽ വച്ച് മുങ്ങിപ്പോയിട്ടുണ്ടാകാമെന്നും ഇനി ഒരിക്കലും തങ്ങളുടെ ബോസ് തിരിച്ചു വരാൻ കഴിയില്ലെന്നും അവർ വിശ്വസിക്കാൻ തുടങ്ങി. നിരാശരായ അവർ ഒരു ലൈഫ് ബോട്ട് എടുത്ത് മറ്റേതെങ്കിലും ദ്വീപിലേക്ക് പോയാലോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ അവർ എലിഫന്റ് ദ്വീപ് വിടുന്നതിന് തൊട്ട് മുമ്പ് 1916 ഓഗസ്റ്റ് 30 അകലിൽ നിന്നും തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു കപ്പൽ അവർ കണ്ടു. ആദ്യം ആർക്കും അത് വിശ്വസിക്കാനായില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അത് തങ്ങളുടെ ബോസായ ഏണസ്റ്റ് ഷാക്കിൾട്ടൻ്റെ കപ്പലാണെന്ന് അവർക്ക് മനസ്സിലായി. മണിക്കൂറുകൾക്കുള്ളിൽ ഷാക്കിൾട്ടൺ തൻ്റെ കൂട്ടുകാർക്കിടയിൽ എത്തിച്ചേർന്നു. 128 ദിവസങ്ങൾക്ക് ശേഷം വിജനമായ ആ ദ്വീപിൽ തൻ്റെ 22 സഹപ്രവർത്തകരെയും ജീവനോടെ ഇരിക്കുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. സന്തോഷം കൊണ്ട് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ചിലർ പരസ്പരം കെട്ടിപ്പിടിച്ചു. മറ്റു ചിലർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. അന്ന് തന്നെ ഏണസ്റ്റ് ഷാക്കിൾട്ടൺ എല്ലാവരെയും കപ്പലിൽ കയറ്റി 1916 സെപ്റ്റംബർ 3 അവർ സുരക്ഷിതമായി ചിലിയിലെ പുൻറ്റ അരീനാസിൽ എത്തിച്ചേർന്നു. ഏകദേശം 2 വർഷത്തോളം മഞ്ഞും കൊടുങ്കാറ്റും കടലുമായി പൊരുതിയ ശേഷം ആ പര്യവേഷണം അങ്ങനെ അവസാനിച്ചു. ഷാക്കിൾട്ടൺ 27 പേരുമായാണ് യാത്ര തിരിച്ചത്. അവസാനം 27 പേരുമായി തന്നെ അദ്ദേഹം മടങ്ങിയെത്തി. ഏകദേശം 106 വർഷങ്ങൾക്ക് ശേഷം കടലിനടിയിൽ 10,000 അടി താഴ്ചയിൽ ഏണസ്റ്റ് ഷാക്കിൾട്ടനും സംഘവും അന്ന് പര്യവേഷണത്തിനായി പുറപ്പെട്ട എൻഡുറാസ് എന്ന കപ്പൽ കണ്ടെത്തി. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ സുരക്ഷിതമായി തന്നെയുണ്ട്. 1922 ജനുവരി 5 47ാമത്തെ വയസ്സിൽ സർ ഏണസ്റ്റ് ഷാക്കിൾട്ടൺ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു. അന്റാർട്ടിക്ക കാൽനടയായി മുറിച്ചു കടക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെങ്കിലും ആ ദൗത്യം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എങ്കിലും അസാധ്യമായ സാഹചര്യങ്ങളിൽ പോലും തൻ്റെ സഹയാത്രികരെയും ജീവനോടെ തിരിച്ചെത്തിച്ച ഒരു മഹാനായ നേതാവായിട്ടാണ് ചരിത്രം അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഷാക്കിൾട്ടൻ്റെ അതിജീവന കഥ ഇന്നും ലോകം ഓർത്തിരിക്കുന്നത്. ഈ ഒരു അഡ്വഞ്ചർ സർവൈവൽ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് തന്ന് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. വളരെ വ്യത്യസ്തവും അറിവ് നിറഞ്ഞതും കൗതുകമുണർത്തുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.